രാജസ്ഥാനിൽ ക്രിസ്ത്യൻ ചർച്ചിന് നേരെ മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും ബജ്രംഗ് ദൾ ആക്രമണം. ജയ്പൂരിലെ പ്രതാപ് നഗറിലുള്ള AG ചർച്ചിന് നേരെയാണ് ആക്രമണം. മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് മർദ്ദനമേറ്റു. പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണിയായ യുവതിയെ അടക്കം ആക്രമിച്ചു. खींच के मारा क्रिस्टो की आंख में लगे, हम लोग चुड़ा रहे हैं लड़कियों को, किसी में हाथ लगा रहे हैं। इतनी मोटी लाट थी उस आदमी के पास, पीछे छुपा के लेके आया है ऐसे ऐसे सबके सामने. സജു തോമസ് വിവരവുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. സജു, ഇത് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചാണോ? അജംസ്, അതെ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചിന് നേരെയാണ് ഇന്നലെ പ്രധാൻ നഗറിൽ, രാജസ്ഥാനിൽ ജയ്പൂരിലെ പ്രധാൻ നഗറിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആക്രമണത്തിന് പിന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെയാണെന്നാണ് പാസ്റ്റർമാരടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഒരു FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്കിടയിലേക്ക് ഒരു കൂട്ടം ബജ്രംഗ് ദൾ പ്രവർത്തകർ കടന്നു വരികയും മതപരിവർത്തനം ആരോപിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ മർദ്ദിച്ചു എന്നുള്ള വലിയ ആരോപണമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മലയാളിയായിരിക്കുന്ന ബോവസ് എന്ന് പറയുന്ന പാസ്റ്ററാണ് ഇത്തരം കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള നിഷ്ഠൂരത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ രാജസ്ഥാനിലെ മതപരിവർത്തന നിയമമൊക്കെയും പാർലമെന്റിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതൊക്കെയും കുറെ കൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നിയമ നടപടികളുമായിട്ടൊക്കെയും സർക്കാർ മുൻപോട്ട് പോയത്. എന്നാലും ഉത്തരാഖണ്ഡിന് പിന്നാലെ രാജസ്ഥാനിലെ മതപരിവർത്തന നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ഇന്നലെ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒഡീഷയ്ക്കും പിന്നാലെ ഇപ്പോൾ രാജസ്ഥാനിലും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം ഇപ്പോൾ ഇത്തരത്തിൽ ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് വലിയ രീതിയിൽ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആയുധമാക്കുന്നത്. മതപരിവർത്തനം എന്ന വ്യാജേന അല്ലെങ്കിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വലിയ രീതിയിൽ അയച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ അടക്കമുള്ളവർ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നുള്ള ആരോപണങ്ങൾ ശക്തമായിരിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ള കാര്യം നിലനിൽക്കുന്നത്. എന്തായാലും ബജ്രംഗ് ദളിന്റെ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തുമെന്നോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൽ അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് കഴിഞ്ഞ ആഴ്ചയൊക്കെയും പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. മതപരിവർത്തന നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തന നിയമങ്ങൾ കുറെ കൂടി ലഘൂകരിക്കണം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ കൂടി നടപ്പിലാക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെയും മുൻപോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികൾക്കോ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ BJP സർക്കാരുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെ ഉയരാൻ തന്നെയാണ് സാധ്യത. അജിംസ്, സജു തോമസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സജു, ഈ വലിയ തോതിൽ വിവാദമായിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തരേന്ത്യയിലെമ്പാടും ക്രൈസ്തവ സഭകൾക്ക് നേരെ ബജ്രംഗ് ദളിന്റെ ആക്രമണം. ഇപ്പോഴിത് മുമ്പ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലും അത് വലിയ വിവാദമായിരുന്നു. ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ വല്ല പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അജംസ്, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇപ്പോൾ CBCയുടെ ഭാഗത്തുനിന്നോ മറ്റ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തിയ CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് നമ്മോട് പ്രതികരിച്ചത് മതപരിവർത്തന നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ ഉടൻ കാണാൻ ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിയമ നടപടികളിലേക്ക് എന്തായാലും സഭകൾ ഒരുമിച്ച് നീങ്ങാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് അടിക്കടി ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിലുണ്ടാവുന്ന ആക്രമണങ്ങൾ യാതൊരു പ്രതികരണവും സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും BJP സർക്കാരുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിയമ നടപടികൾക്ക് ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് എന്തായാലും നീങ്ങാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള ധാരാളം ഹർജികളൊക്കെയും സുപ്രീം കോടതി നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ഡാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മതപരിവർത്തന നിയമം ഭേദഗതി ചെയ്തത്. അതിന് പിന്നാലെയാണ് രാജസ്ഥാനിലെ നിയമസഭയിലും ഇത് അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും 2 സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്
മുൻപോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരുകൾ ഈ ന്യൂനപക്ഷ സ്നേഹം പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും ഒരു ഭാഗത്ത് ചേർത്ത് പിടിക്കുമെന്ന് പറയുമ്പോൾ പോലും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള മതവിദ്വേഷ വിഭാഗങ്ങളെ ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നടപടികൾ പ്രധാനമന്ത്രിയുടെ മൗനം തുടരുകയാണ്. നമുക്കറിയാം, വലിയ രീതിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചത് 2 വർഷവും 4 മാസങ്ങൾക്ക് ശേഷമാണ്. അവിടെ ധാരാളമായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അടക്കമുള്ളവ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രതികരണവും പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ മറ്റ് BJP നേതാക്കളുടെ ഭാഗത്തുനിന്നോ യാതൊരു പ്രതികരണമോ അല്ലെങ്കിൽ അനുഭാവപൂർണ്ണമായ നടപടിയോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. ക്രിസ്ത്യൻ സഭകളുടെ ഒരു ഏകീകരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ അടിക്കടിയായിട്ട് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും വൈദികർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അജിംസ്.